നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോയാലോ? അത്രയും പോണ്ട, ഒരു ലേറ്റ് 90s അവിടെ ചേർത്ത്. പെർഫെക്റ്റ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ, അതിപ്പോ പള്ളിപ്പെരുന്നാളായാലും അമ്പലത്തിൽ ഉത്സവമായാലും അല്ലെങ്കിൽ നാട്ടിലിപ്പോൾ എന്തെങ്കിലും വാർഷിക പരിപാടി ആയാലും പിള്ളേരുടെ ഡാൻസ് അത് മസ്റ്റ് ആണല്ലേ. എന്നാൽ ഈ ഡാൻസിന്റെ എല്ലാത്തിന്റെയും കൂടെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ടീം പുറത്തുനിന്ന് ഡാൻസ് കളിക്കാൻ വരും. ഡാൻസ് ടീമുകൾ അവര് നമുക്ക് തന്നിട്ട് പോയ കുറെ സ്റ്റെപ്പുകളും ഉണ്ട്, കുറെ പാട്ടുകളും ഉണ്ട്. ഈ ഡാൻസ് കാണുന്ന സമയത്ത് നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ വാ ഉളന്നിരുന്നു പോകും. എന്നാൽ ഇവർ ഈ തന്നിട്ട് പോയി പാട്ടും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലെ ലോക്കൽ പരിപാടികളിൽ നമ്മുടെ പാട്ടും സ്റ്റെപ്പുകളിലേക്ക് ഒരു റെഫറൻസ്. ഇതേപോലെ നമ്മുടെ നാട്ടിൻപുറത്തെ സ്റ്റേജുകളിൽ മിസ് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറെ ഡാൻസ് ഗ്രൂപ്പുകളില്ലേ. ആ ഡാൻസ് ഗ്രൂപ്പിലുണ്ടായ പലരും ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ പലരുടെയും പേരൻസ് ആയിരിക്കാം, നമ്മുടെ അങ്കിൾമാരും ആന്റിമാരും ആയിരിക്കാം, ചേട്ടന്മാരും ചേച്ചിമാരും ആയിരിക്കാം. അതിന്റെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ, എന്നിട്ട് മൂൺ വാക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തോ. പണ്ടത്തെ സിനിമകളിലെ കുറെ അടിച്ചുപൊളി പാട്ടുകളുടെ ഇടയിൽ കൂടെ ഹിറ്റായി പോയ കുറെ സ്റ്റെപ്പുകളുണ്ട് ഇതേപോലെയുള്ള സ്റ്റേജുകളിൽ. മറ്റേ സ്കെൽട്ടൺ ഈ പരിപാടി, പിന്നെ മറ്റേ നമ്മുടെ കയറുവലി, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മറ്റേ ചില്ലിൻ്റെ ഇടയിൽ കൂടെയുള്ള പരിപാടി, ഇതിൻ്റെ എല്ലാത്തിനും തുടക്കം കുറിച്ചൊരു പരിപാടി ഉണ്ട്. മറ്റേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേവ് എന്നുള്ളൊരു കാര്യം. ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ കിടിലൻ വെറൈറ്റി സ്റ്റെപ്പുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വണ്ടർ അടിച്ച് നിന്ന് നോക്കി പോയിട്ടുള്ളത് ആ മൂൺ വാക്ക് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അത് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ദ ലെജൻഡ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് കൂടിയാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. ആൻഡ് ഇങ്ങനൊരു ഐറ്റം നമ്മൾ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെ നമുക്ക് വേവ് അടിച്ചു തുടങ്ങിയാലോ?